ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മുപ്പട്ട് വെള്ളിയാഴ്ചയെക്കുറിച്ച് ഉള്ള വ്ളോഗാണ് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും മുപ്പട്ട് വെള്ളിയെക്കുറിച്ച് അറിയായിരിക്കും. നമ്മുടെ മലയാള മാസത്തിൻ്റെ 1-ാം തീയതി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതാണല്ലേ. മലയാള മാസം 1-ാം തീയതിയാണ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അതിൽ ഈ മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത് കുറേ മലയാള മാസത്തിൻ്റെ ആദ്യം വരുന്ന കുറച്ച് ദിവസങ്ങളാണ് ഈ മുപ്പട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത്. മുപ്പട്ട് ശനിയുണ്ട്, ചൊവ്വയുണ്ട്, ബുധനുണ്ട്, തിങ്കളുണ്ട്. അങ്ങനെ മാസത്തിൻ്റെ ആദ്യം വരുന്ന ദിവസങ്ങൾ, മലയാള മാസത്തിൻ്റെ ആദ്യം വരുന്ന ദിവസങ്ങളാണ് മുപ്പട്ട് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ മുപ്പട്ട് വെള്ളിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അല്ലാതെ തന്നെ വെള്ളി നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, വെള്ളിയാഴ്ച പെട്ടെന്ന് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് മുടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് 5 തിരിയിട്ട നിലവിളക്ക്, നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊളുത്താം. നെയ്യ് നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വിളക്കെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ ഒഴിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത്. നല്ലെണ്ണയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള അലങ്കാരങ്ങൾ ദേവിക്ക് ചെയ്യുക. എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ദേവിയെ അലങ്കരിച്ച് കാണാൻ ആഗ്രഹമുണ്ടോ ആ രീതിയിലൊക്കെ പൂക്കൾ വെച്ച് ദേവി അലങ്കരിക്കാം. ദേവിക്ക് ചെറിയ കിരീടം പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിക്കാം. മാലയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെയാണ്, നെക്ലസ്, മാല. ദേവിക്കായിട്ട് തന്നെ കുറച്ച് ആഭരണങ്ങൾ എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ ഫാൻസി ഐറ്റംസ് തന്നെയാണ്. അതൊക്കെ ദേവിക്ക് വെച്ച് നല്ലൊരു ഡ്രസ്സൊക്കെ ദേവിക്ക് ഇട്ട്, അങ്ങനെ സാരി പോലത്തെ കിട്ടുമല്ലോ നമുക്ക് വാങ്ങിക്കാം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, മധുരയിൽ പോയപ്പോൾ ഞാൻ അങ്ങനെയുള്ള ദേവിക്ക് ഇടുന്ന ഡ്രസ്സസ് കണ്ടിരുന്നു. അപ്പോൾ അതിലുള്ള ഡ്രസ്സൊക്കെയാണ് ഞാൻ ദേവിക്ക് ധരിപ്പിക്കുന്നത്. ഇത് സാധാരണ വെള്ളിയാഴ്ചകളിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അഷ്ടലക്ഷ്മി സങ്കല്പമാണ്. 8 ലക്ഷ്മിമാരാണുള്ളതല്ലേ. അത് ഏതൊക്കെ ലക്ഷ്മിയാണ്? ആദിലക്ഷ്മി, ഗജലക്ഷ്മി, ധാന്യലക്ഷ്മി, ധനലക്ഷ്മി, സന്താനലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിദ്യാലക്ഷ്മി, വിജയലക്ഷ്മി. ഇതിൽ ശൗര്യലക്ഷ്മി അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവിയുടെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. എന്തായാലും അഷ്ടലക്ഷ്മി സങ്കല്പമാണ് അല്ലേ. അപ്പോൾ 8 ദേവിമാരെയും നമ്മൾ ഒരേ രീതിയിൽ പൂജിക്കുന്നതാണ് ഈ മുപ്പട്ട് വെള്ളിയാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത. ദേവി എന്ന് പറയുന്നത്, ഈ ആദിലക്ഷ്മി എന്ന് പറയുന്നത്, നമുക്ക് മരണത്തിനും ജനനത്തിനും ഇടയിൽ ഇത് രണ്ടിൽ നിന്നുമുള്ള മുക്തി ഉണ്ടല്ലോ. ഇനി ഒരിക്കലും മരിക്കാതിരിക്കുക, ഇനി ഒരിക്കലും ജനിക്കാതിരുന്നാലല്ലേ മരിക്കാതിരിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഒരിക്കലും ജനിക്കാതിരിക്കാനും ഒരിക്കലും പുനർജന്മം നേടാതിരിക്കാനും ജനനമെടുക്കാതിരിക്കാനും മരിക്കാതിരിക്കാനും ഒക്കെയുള്ള ആ മുക്തി, അതാണ് ആദിലക്ഷ്മി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സന്താനലക്ഷ്മി സന്താനത്തിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. കീർത്തിലക്ഷ്മി പേരിൽ നിന്ന് തന്നെ അറിയാം, നമുക്ക് പദവിയും യശസ്സും ഒക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. സന്താനലക്ഷ്മി കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധി. അതുപോലെ ഗജലക്ഷ്മി, അതുപോലെ ധനലക്ഷ്മി പേരിൽ നിന്ന് തന്നെ അറിയാമല്ലേ, നമ്മുടെ സമ്പൽ സമൃദ്ധി അതൊക്കെ കൊണ്ടുവരുന്നത്. ധാന്യലക്ഷ്മി നമുക്ക് അന്നത്തിന് ഒരു കാലത്തും കുറവ് വരാതെ അന്നപൂർണേശ്വരി ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ദേവിക്ക് പൂജകൾ അർപ്പിക്കാം. നമുക്ക് എന്നും വേണ്ടത് നമ്മുടെ ആഹാരമാണ് അല്ലേ. 3 നേരം എന്നുള്ളത് 2 നേരമെങ്കിലും നമുക്ക് ആഹാരം കഴിക്കാതെ ആർക്കും തന്നെ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ സർവൈവ് ചെയ്യാൻ വളരെ പാടാണല്ലേ. അപ്പോൾ ആ ദേവി അന്നപൂർണേശ്വരിയുടെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു മന്ത്രമുണ്ട്, അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥ്യം ഭിക്ഷാം ദേഹീച്ച പാർവതി. ഈ മന്ത്രമാണ് ഞാൻ പറയുന്നത്. ഓം അന്നപൂർണേശ്വരിയെ നമഃ എന്നും നമുക്ക് പറയാം, ഓം ഗജലക്ഷ്മിയെ നമഃ എന്നും പറയാം, ഓം ശ്രീ മഹാലക്ഷ്മി ദേവി നമോസ്തുതേ അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ, അല്ലെങ്കിൽ നമസ്തേതു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നുള്ള മന്ത്രം പറയാം. ദേവിയുടെ ഏത് നാമങ്ങളായാലും നമുക്കറിയാവുന്ന നാമങ്ങൾ പറഞ്ഞ് ദേവിയെ പൂജിക്കുക. എല്ലാ വീടുകളിലും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കാലത്തും അന്നത്തിന് കുറവുണ്ടാകാതിരിക്കട്ടെ. ദേവി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് വന്ന്
നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ 5 തിരിയിട്ട വിളക്കായി നമ്മുടെ വീട്ടിൽ എന്നും ആയുസ്സും ആരോഗ്യവും അനുഗ്രഹങ്ങളും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് തരണം ചെയ്യാനുള്ള സഹനശക്തിയും എല്ലാം ദേവി നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വ്ലോഗിലൂടെ കാണാം. അപ്പോൾ see you, take care.